മോഹൻലാലിന്റെ ഇനി വരാൻ പോകുന്ന സിനിമകൾക്കാണ് ഏറ്റവും വലിയ പ്രതീക്ഷകൾ പ്രേക്ഷകർ നൽകുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ കൂടിയ സിനിമ എമ്പുരാനാണെന്ന് തന്നെ പറയാം. സിനിമാ പ്രേമികൾ ഇപ്പോൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എമ്പുരാൻ. പൃഥ്വിരാജ് സുകുമാരൻ ആദ്യമായി സംവിധാനം ചെയ്ത് ലൂസിഫർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണ് ഇത്. മോഹൻലാൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയക്കാരനായും ഖുറേഷി എബ്രഹാം എന്ന അധോലോക നായകനായും എത്തിയ ചിത്രമായിരുന്നു ലൂസിഫർ. 2019 ഏറ്റവും വലിയ വിജയമായി മാറാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിരുന്നു. ഇപ്പോൾ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാൻ റിലീസിനൊരുങ്ങിയാണ്. എമ്പുരാൻ ഒരു ട്രയോളജിയാണെന്ന് പറയുകയാണ് മോഹൻലാൽ. രണ്ടാം ഭാഗത്തിന് പുറമെ മൂന്നാം ഭാഗവും തങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും നടൻ പറയുകയുണ്ടായി. ഇത് വലിയ രീതിയിൽ അടുത്തിടെ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. ഇതെല്ലാം ആദ്യ ഭാഗത്തിന്റെ വിജയത്തെ അടിസ്ഥാനമാക്കിയാണെന്നും അതിൽ സംവിധായകന്റെ റെസ്പോൺസിബിലിറ്റി വളരെ വലുതാണെന്നും മോഹൻലാൽ പറഞ്ഞു. പിങ്ക് വില്ലയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു മോഹൻലാൽ ഇങ്ങനെ സംസാരിച്ചത്. എമ്പുരാൻ ഒരു ട്രയോളജിയാണ്. അത് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് ഒരു മൂന്നാം ഭാഗം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ആദ്യ ഭാഗത്തിന്റെ വിജയത്തിനെ അടിസ്ഥാനമാക്കിയാണ്. അതിൽ സംവിധായകന്റെ റെസ്പോൺസിബിലിറ്റി വളരെ വലുതുമാണ്. കഥയും സ്ക്രിപ്റ്റും അഭിനേതാക്കളും അയാൾ കൺവിൻസ് ആയാൽ മാത്രമാണ് അത് നടക്കുക. പൃഥ്വിരാജിന് നല്ല സിനിമകൾ കൊണ്ടുവരാൻ സാധിക്കും. അവൻ അതിന് വളരെ മികച്ചവനാണ്. മോഹൻലാലിന്റെ വാക്കുകൾ ഇതായിരുന്നു. എന്തുകൊണ്ട് ദൃശ്യം സിനിമയ്ക്ക് ഒരു മൂന്നാം ഭാഗം ചെയ്തുകൂടെ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ടെന്നും മോഹൻലാൽ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. എന്നാൽ അതത്ര എളുപ്പമായ ഒരു കാര്യമല്ലെന്നും വലിയ ഉത്തരവാദിത്തമുള്ള കാര്യമാണെന്നും നടൻ പറഞ്ഞു. വലിയ രീതിയിൽ വിജയിച്ച ഒരു സിനിമയുടെ സ്വീക്കൽ ചെയ്യുന്നത് വളരെ ചലഞ്ചിങ് ആണെന്നും ആളുകൾ എപ്പോഴും ആ സ്വീക്കലിനെ സിനിമയുടെ ആദ്യ ഭാഗമായി താരതമ്യപ്പെടുത്തുമെന്നും മോഹൻലാൽ അഭിമുഖത്തിൽ കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഇനി എന്തായാലും ഗംഭീര ചിത്രങ്ങൾക്ക് വേണ്ടിയാണ് മോഹൻലാൽ കൈകൊടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഗംഭീര സംവിധായകർക്കും. അതിനൊപ്പം തന്നെ പ്രേക്ഷകർ പറയുന്നുണ്ട് മോഹൻലാൽ യുവ സംവിധായകർക്കൊപ്പം കൂടുതൽ സിനിമകൾ ചെയ്യണമെന്ന്. യുവ സംവിധായകർ മോഹൻലാലിനൊപ്പം സിനിമ ചെയ്യാൻ കാത്തിരിക്കുകയാണ്. അതിൽ തന്നെ ബേസിൽ ജോസഫിനെയൊക്കെ മോഹൻലാൽ ഒന്ന് കൈകൊടുക്കണം എന്നൊക്കെ പ്രേക്ഷകർ പറയുമ്പോൾ ബേസിൽ ജോസഫും മോഹൻലാൽ സിനിമകളുടെ ഒരു ആരാധകൻ തന്നെയാണ്. അടുത്തിടെ മോഹൻലാൽ സിനിമകളുടെ ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് വലിയ ശ്രദ്ധ നേടിയിരുന്നു. മലയാള സിനിമയിലെ ഓൾറൗണ്ടറിൽ ഒരാളാണ് ബേസിൽ ജോസഫ്. തിര എന്ന വിനീത് ശ്രീനിവാസൻ സിനിമയിലൂടെ സഹസംവിധായകനായി കടന്നു വന്ന ബേസിൽ ഇന്ന് മലയാള സിനിമയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അവിഭാജ്യ ഘടകമാണ്. കുഞ്ഞിരാമായണം എന്ന സിനിമയിലൂടെ സംവിധായകനായി കഴിവ് തെളിയിച്ച ബേസിൽ ഗോദ, മിന്നൽ മുരളി എന്നീ സിനിമകളുടെ മലയാളത്തിലെ മുൻനിര സംവിധായകനായി അദ്ദേഹം മാറി. കോമഡി കഥാപാത്രങ്ങളിൽ കഴിവ് തെളിയിച്ച ബേസിൽ ഹ്യൂമർ ചെയ്യുമ്പോൾ എനർജി വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയുകയാണ്. തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിലെ മലയാളികൾ ഇന്ന് റിപ്പീറ്റ് അടിച്ച് കാണുന്ന മോഹൻലാലും കുതിരവട്ടം പപ്പുവും ഒന്നിച്ചുള്ള സീനിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു ബേസിൽ. ആ സീനിൽ മോഹൻലാലിന്റെ റിയാക്ഷൻ കണ്ടിട്ടാണ് പ്രേക്ഷകർ ചിരിക്കുന്നതെന്നും അതിന് കാരണം കുതിരവട്ടം പപ്പുവിന്റെ പ്രകടനമാണെന്നും ബേസിൽ പറയുന്നുണ്ട്. രണ്ടുപേരും നന്നായി പെർഫോം ചെയ്തപ്പോഴാണ് പ്രേക്ഷകർക്ക് അത് വർക്കായതെന്നും ബേസിൽ പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമായിരുന്നു. ഹ്യൂമർ ചെയ്യുമ്പോൾ എനർജി വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഇങ്ങനെ പമ്പായി നിൽക്കണം. തേന്മാൻ കൊമ്പത്തിലെ താൻ ആരാണെന്ന് തനിക്ക് അറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് എന്ന സാധനം പപ്പുച്ചേട്ടൻ അങ്ങനെ ചെയ്യുമ്പോൾ പ്രേക്ഷകർ ചിരിക്കുന്നത് ലാലേട്ടന്റെ റിയാക്ഷൻ കണ്ടിട്ടാണ്. അത് കണ്ടിട്ടാണ് നമ്മൾ ചിരിക്കുന്നത്. ആ റിയാക്ഷൻ ഇടാനുള്ള സാധനം പപ്പുച്ചേട്ടൻ അവിടെ നിന്ന് നൽകിയാൽ മാത്രമേ ലാലേട്ടന് അത് തരാൻ പറ്റുള്ളൂ. അതിത്തിരി മോശം പെർഫോമൻസ് ആണെങ്കിൽ ചിലപ്പോൾ നന്നായി റിയാക്ഷൻ ഇടാനും പറ്റില്ല, നമുക്ക് ചിരിക്കാനും പറ്റില്ല. അപ്പോൾ നമുക്കൊരു ചിരി റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇയാൾ എന്തിനാണ് ഇത്ര ഓവറായി റിയാക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ വിചാരിക്കും. രണ്ടുപേരും അവിടെ തകർക്കുമ്പോഴാണ് രണ്ടും കോംപ്ലിമെന്റ് ചെയ്യുന്നത്. അതാണ് ഹ്യൂമർ. അത് നന്നായി പ്രേക്ഷകർക്ക് വർക്കാവണം. ബേസിൽ പറയുന്ന വാക്കുകൾ ഇതായിരുന്നു. ബേസിൽ പോലും ഇപ്പോൾ വലിയ കോമഡി റോളുകളൊക്കെ ചെയ്യുമ്പോൾ റെഫറൻസുകളൊക്കെ മോഹൻലാൽ സിനിമകളുടെ നോക്കി വെക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ മോഹൻലാലിനൊപ്പം ബേസിന്റെ ഒരു സിനിമ വന്നാലോ എന്നതൊക്കെ പ്രേക്ഷകർ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും മലയാളത്തിൽ ഗംഭീര മോഹൻലാൽ സിനിമകൾ മാത്രമല്ല മറ്റു ചില നടന്മാരുടെ ഗംഭീര സിനിമകളും സംഭവിക്കുകയാണ്. അതിലൊന്നാണ് സുരേഷ് ഗോപിയുടെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒറ്റക്കൊമ്പൻ ചിത്രീകരണം ആരംഭിച്ചു എന്ന വാർത്ത. വളരെ പ്രതീക്ഷയോടെ പ്രേക്ഷകർ കാത്തിരുന്ന ചിത്രമാണ് സുരേഷ് ഗോപി നായകനായി എത്തുന്ന ഒറ്റക്കൊമ്പൻ. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ ദിവസം ആരംഭിച്ചു. ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ശ്രീ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ചിത്രം നവാഗതനായ മാത്യൂസ് തോമസ് ആണ് സംവിധാനം ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് പൂജപ്പുര സെൻട്രൽ ജയിൽ വളപ്പിലെ മഹാഗണപതി ക്ഷേത്രത്തിൽ വെച്ച് ലളിതമായ ചടങ്ങോടെ സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു. ചലച്ചിത്ര പ്രവർത്തകരും അണിയറ പ്രവർത്തകരും പങ്കെടുത്ത ചടങ്ങിന് പ്രശസ്ത നിർമ്മാതാവ് ടോമിച്ചൻ മുളകുപാടം ഭദ്രദീപം തെളിയിച്ച് തുടക്കമിട്ടു. സുരേഷ് ഗോപി ഡിസംബർ 30 ചിത്രത്തിൽ ജോയിൻ ചെയ്യും. കേന്ദ്ര മന്ത്രിയായതിനു ശേഷം സുരേഷ് ഗോപി അഭിനയിക്കുന്ന ആദ്യ ചിത്രം കൂടിയാണ് ഒറ്റക്കൊമ്പൻ. മലയാളത്തിലെ പ്രമുഖരായ നിരവധി സംവിധായകർക്കൊപ്പം പ്രധാന സഹായിയായി പ്രവർത്തിച്ചുകൊണ്ടാണ് മാത്യു തോമസ് ഒറ്റക്കൊമ്പനിലൂടെ സ്വതന്ത്ര സംവിധായകനാകുന്നത്. ക്ലീൻ ഫാമിലി ഇമോഷണൽ ത്രില്ലർ ഡ്രാമയായിട്ടാണ് ചിത്രം ഒരുങ്ങുന്നത്. വലിയ മുതൽ മുടക്കിൽ വിശാലമായ ക്യാൻവാസിൽ വലിയ താരനിരയുടെ അകമ്പടിയോടെ നിരവധി ലൊക്കേഷനുകളിലായിട്ടാണ് സിനിമയുടെ ചിത്രീകരണം. ഇന്ദ്രിയ സുകുമാരൻ, വിജയരാഘവൻ, ലാലു അലക്സ്, ചമ്പൻ വിനോദ്, ജോണി ആന്റണി, ബിജു പപ്പൻ, മെഹന രാജ്, സുചിത്ര നായർ എന്നിവരും നിരവധി പ്രമുഖ താരങ്ങളും പുതുമുഖങ്ങളും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. 70-ൽ പരം അഭിനേതാക്കൾ ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. വമ്പൻ ബജറ്റിൽ ശ്രീ ഗോകുലം മൂവീസ് നിർമ്മിക്കുന്ന ചിത്രത്തിലെ വില്ലനും നായികയുമായി നോർത്ത് ഇന്ത്യൻ സിനിമയിലെ മുൻനിര താരങ്ങളാണ് എത്തുന്നതെന്ന് ശ്രീ ഗോകുലം മൂവീസിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണമൂർത്തി അറിയിച്ചു. ഈ താരങ്ങളുടെ പേരുകൾ ഉടനെ പുറത്തുവിടുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. നായികയെ പറയുന്നത് അനുഷ്ക ഷെട്ടിയുടെ പേരുകളൊക്കെയാണ്. അർജുൻ റെഡ്ഡി, ആനിമൽ തുടങ്ങിയ സിനിമകൾക്ക് സംഗീതം നൽകിയ ഹർഷവർദ്ധൻ രമേശനാണ് ഒറ്റക്കൊമ്പനായി
സംഗീതമൊരുക്കുന്നത്. അങ്ങനെ വമ്പൻ സിനിമകളും അണിയറയിൽ ഒരുങ്ങുകയാണ് എന്നതും ശ്രദ്ധേയമായ വാർത്തകളാകുന്നു.